നമുക്ക് ഈ ആന പോലുള്ള ഭീകര ജീവികളുള്ള ഫാസിനേഷൻ നമ്മുടെ കൾച്ചറിലും നമ്മളെ സൈക്കോളജിക്കലി നമ്മളെ ഹിസ്റ്റോറിക്കലി ആയിട്ടൊക്കെ ഡീപ്പ് റൂട്ടഡ് കണക്ഷൻ ഉണ്ടല്ലേ. പക്ഷെ നമ്മൾ മനുഷ്യന് ബേസിക്കലി ഉള്ള ഒരു സ്വഭാവമാണ് ഈ ത്രിൽ സീക്കിങ് ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് ഇതിനെ അളക്കുകയാണെങ്കിൽ നമ്മൾ ഈ അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോയി റൈഡുകളിൽ കയറുമ്പോഴും നമ്മൾ ഈ വലിയ ഊഞ്ഞാലുകളിൽ കയറുമ്പോഴും ബങ്കി ജമ്പ് ചെയ്യുമ്പോഴും സ്കൈ ഡൈവ് ചെയ്യുമ്പോഴൊക്കെ കിട്ടുന്ന പ്ലഷർ സമാനമാണ്. പക്ഷേ ഇവയൊക്കെ നമ്മൾ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ഉറപ്പുവരുത്തി ചെയ്യുന്നതും ആനയുമായിട്ടുള്ള കളി ഒരു വൈൽഡ് ജീവിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആനയായിട്ട് ഇത്തരത്തിൽ കളിക്കാൻ പോകുന്നതും അത്ര നല്ല കാര്യമല്ല. നമ്മുടെ നാട്ടിലൊക്കെ ആന കാട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇതിനെ വിരട്ടി ഓടിക്കാൻ വേണ്ടി, കൃഷി സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ഇതിനെ വിരട്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് പാട്ടയിട്ട് അടിക്കുക, പന്തം കൊളുത്തുക, ആൾക്കാർ കൂട്ടം കൂടി ഒച്ച ഉണ്ടാക്കുക, പടക്കം പൊട്ടിക്കുക തുടങ്ങിയ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഇത്തരത്തിലുള്ള പരിപാടികൾ ഇതിൻ്റെ ഒരു 100 ഇരട്ടി ഇൻറ്റൻസിറ്റിയിലാണ് ഒരു പൂരപ്പറമ്പിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെറിമണിയിലോ കൊണ്ടുനിർത്തുന്ന ആനയെ അനുഭവിക്കേണ്ടി വരുന്നത്. ആ സമയത്ത് വേറൊരു കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ 4 കാലും അല്ലെങ്കിൽ 2 കാലും 2 കൈയും ഒക്കെ ചങ്ങലയിട്ട് പൂട്ടി ഇതിന് ശരീരമാസകലം ഇതിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഡെക്കറേഷൻ ചെയ്ത് ഇതിന് ആന ഒരു വലിയ ജീവിയാണെന്ന് ഇത് കൺസിഡർ ചെയ്യാണ്ട് ഇതിനെ ചുറ്റിപ്പറ്റിയ ആളുകൾ, ഇതിന് ഒരുപാട് സ്പേസ് വേണം ഈ ജീവിക്ക്. അത് മനസ്സിലാക്കാണ് ഇതിന് ചുറ്റിപ്പറ്റിയ ആൾക്കാർ നിന്ന് ഒരുപാട് ലൈറ്റുകൾ, ചെണ്ട തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ അടിക്കുന്നതിൻ്റെ സൗണ്ട്, ഭീകരമായിട്ടുള്ള പടക്കത്തിൻ്റെ സൗണ്ട് തുടങ്ങിയ ആൾക്കൂട്ടത്തിൻ്റെ സൗണ്ട്, ഇത്തരത്തിലെ എല്ലാ രീതിയിലും ഒരു ആനയെ ഉണ്ടല്ലോ, ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഇൻസ്റ്റിങ്ക്റ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ജീവിയാണ് ആന. ഇങ്ങനത്തുള്ള എന്തെങ്കിലും ഇതിൽ പേടിയോ ഇറിറ്റേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഈ വൈൽഡ് ക്യാരക്ടർ അത് പുറത്തെടുക്കും. അത്തരത്തിൽ ആനയെ എല്ലാ രീതിയിലും പ്രൊവോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഇതിനെ നിർത്തുന്നത്. എന്നിട്ട് ഇത് അപകടം വരുമ്പോൾ ഇതിനെ വെടിവെക്കുകയും ഇത് ഉണ്ടല്ലോ അതിനെ കൂടുതൽ പീഡിപ്പിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ പോകും. നമ്മുടെ കൾച്ചറൽ റിലീജിയസ് ആയിട്ടുള്ള സെറിമണികൾക്കൊക്കെ ആനയെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഈ ജീവിയെ മനസ്സിലാക്കി, ഇതിൻ്റെ സൈക്കോളജി മനസ്സിലാക്കി, ഇതിൻ്റെ ഇൻസ്റ്റിങ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ഏത് രീതിയിലാണ് ഇത് അപകടകാരിയാവുന്നതെന്നുള്ള രീതിയിലൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ജീവിയെ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ കാരുണ്യം ഈ ജീവിയോട് കാണിക്കണം എന്നാണ് അല്ലേ നമുക്ക് പറയാനുള്ളത്.